പ്രതിപക്ഷത്തിൽ പിളർപ്പോ എന്നാണ് ചോദ്യം. ആന്റോ കാസ്ട്രോ. ചിലർക്ക് അധികാരം കിട്ടുമ്പോഴും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് വലിയ ആവേശമാണ്. അതാണ് നിലപാട് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുക? പ്രതിപക്ഷ നിങ്ങൾ നേരത്തെ പറഞ്ഞു, പ്രതിപക്ഷ ഉപനേതാവ് കിട്ടിയാൽ മാത്രമാണ് ഞങ്ങളെന്ത് വലിയ സംഭവമാവുള്ളൂ, അല്ലെങ്കിൽ വലിയ സംഭവമല്ല. ഇത് CPI അല്ലേ പാർട്ടിയിൽ നിന്ന്? കേരളത്തിൽ സമരം ചെയ്യേണ്ട പാർട്ടിയല്ലേ? സമരം ചെയ്യണം. അവർ വേണ്ടിയിട്ടാണ്, അവരാണല്ലോ ഈ PM ശ്രീ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. കേരളത്തിൽ ഞാൻ വിചാരിക്കുന്നില്ല പ്രതിപക്ഷ പാർട്ടിയാണോ അന്നത്തെ പ്രതിപക്ഷമായ കോൺഗ്രസോ ലീഗോ ആരെങ്കിലും ആണോ PM ശ്രീ ഉയർത്തിക്കൊണ്ടുവന്നത്? CPM അല്ല, CPI എന്താണ് കോൺഗ്രസും അല്ല, ലീഗും അല്ല, ആരുമല്ല. ആരോ ഉയർത്തിക്കൊണ്ടുവന്നത്? CPI ആണ്. അവരവിടെ വലിയ ബഹളം ഉണ്ടാക്കി. അവർ എന്താണ് ഞങ്ങളോട് ആലോചിച്ചില്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല, ആനയാണ് കുതിരയാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എന്ത് സംഭവിച്ചു? അവരതിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു. അതെന്തു സംഭവിച്ചു? കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM RSSുമായിട്ട് എന്തോ വലിയ ബാന്ധവം ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ളൊരു പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഏറ്റുപിടിച്ചത്, അതാണ് ലീഗ് ഏറ്റുപിടിച്ചത്. ലീഗും കോൺഗ്രസും എന്താ ഏറ്റുപിടിച്ചത്? CPM പറഞ്ഞ് PM ശ്രീ അല്ല കാര്യം പറഞ്ഞ് ഏറ്റുപിടിച്ചത്. CPM RSSുമായി അല്ലെങ്കിൽ BJPയുമായി എന്തോ ബാന്ധവം ഉണ്ടാക്കാൻ പോവുകയാണ് എന്നുള്ള നിലപാട് ഉണ്ടാക്കാൻ ഈ CPI എടുത്ത നിലപാട് സ്വാധീനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് CPIക്ക് ഇന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ആ സംവിധാനം CPIക്ക് ഇന്നും മനസ്സിലായില്ല. അതെന്തോ നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾക്കെന്തോ വലിയ സംഭവം കിട്ടി, അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയിരുന്നെങ്കിൽ വലിയ സംഭവമായേനെ എന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നെങ്കിൽ കേരളത്തിൽ ഇതുപോലെ തോൽവി ഏറ്റെടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അവർ ഊന്നി പറയുന്നത്. അവരത് ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ പകുതി തോൽവി ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു എന്ന്. കാരണം അതിനേക്കാൾ വലിയ സംഭവം കേരളത്തിൽ നടന്നിട്ടില്ല. ഇവരെന്തെങ്കിലും ഉന്നയിച്ചോ? അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവരെ കൃഷി വകുപ്പിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കിയല്ലോ, അവരുന്നയിച്ചിരുന്നോ? അവരത് ഉന്നയിച്ചതുകൊണ്ട് കേരളത്തിൽ ഈ കോൺഗ്രസിനും ഈ പറഞ്ഞ ലീഗിനും BJPയുമായി എന്തോ CPM ഒരു ബാന്ധവം ഉണ്ടാക്കുന്ന ഒരു രൂപരേഖ ഉണ്ടായി, വടി വെട്ടി കൊടുത്തു. എന്നിട്ട് അവരത് ഉന്നയിച്ചിട്ട് വലിയ തോൽവി ഏറ്റു വാങ്ങിയിട്ട് അവരൊന്നും പറയാം ഞങ്ങളത് പറഞ്ഞതുകൊണ്ട് നിങ്ങളതിന് പിന്നോട്ട് പോയത്. അത് പിന്നോട്ട് പോയല്ലോ, അവർ പറഞ്ഞതുപോലെ തന്നെ അത് പിന്നോട്ട് പോയി. എന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ കേട്ടോ, ഇവരുണ്ടാക്കി വെച്ച അലയോലി ഉണ്ടല്ലോ, ആ അലയോലിയിൽ പെട്ടുപോയി ഇടതുപക്ഷം. അലയോലി പെട്ടുപോയി. അതിൻ്റെ ഭവിഷ്യത്താണ് ഇടതുപക്ഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വന്നിട്ട് പറയുകയാണ് ഞങ്ങളെന്തോ വലിയ സംഭവമാണ്, ഞങ്ങളന്ന് പറഞ്ഞ പോലെ ചെയ്തിരിക്കുന്നു. 3-1 എല്ലാവരും ജയിച്ചിട്ടുള്ളൂ. ലീഗും CPM 26 സീറ്റിലേ ജയിച്ചുള്ളൂ, 25 സീറ്റേ ജയിച്ചുള്ളൂ. ഇവരും 22 സീറ്റിൽ മത്സരിച്ചിട്ട് 8 സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ. അല്ല 3-1 എല്ലാവരും ജയിച്ചിട്ടുള്ളൂ. അതിൽ താഴെയുള്ളവർ തോറ്റും പോയി, ഒരു സീറ്റും കിട്ടിയില്ല. അപ്പം ഇവർ പറയുന്നതിൽ വല്ല ലോജിക്കുണ്ടോ? പിന്നെ ഞങ്ങളെന്തോ ഇപ്പം വലിയേട്ടൻ പോലെ കളിക്കുന്ന ആരാണെന്നറിയോ? ഇപ്പം വലിയേട്ടൻ കളിക്കുന്ന ഇവരാണ്, CPI ആണ്. മറ്റവർ കുറച്ച് വീണ് കിടക്കുകയാണല്ലോ, അപ്പോൾ കയറി ഞങ്ങൾ വലിയ ആളാണെന്ന് വരുത്തി തീർത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് വലിയ അഭ്യാസം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപനേതാവ് ഉണ്ടായിട്ടാണോ കേരളത്തിൽ നിയമസഭയിൽ കക്ഷി നേതാക്കന്മാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? അടിയന്തര പ്രമേയത്തിന് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ശരി. കേരളത്തിലെ ഭരണപക്ഷം ചെയ്യുന്ന തെറ്റിനെല്ലാതിരെ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു പ്രതിപക്ഷ ഉപനേതാവ് ആവശ്യമുണ്ടെങ്കിൽ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ്, ശരി, ആ ഒരു ലോജിക്കുള്ള ഒരു ന്യായമെന്ന് പറയാം. ഇതിനത് വല്ല ആവശ്യമുണ്ടോ? പ്രതിപക്ഷ നേതാവ് എണീറ്റ് എന്ന് പറയും ഞാനും എൻ്റെ കക്ഷി ഇറങ്ങി പോകുമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ CPM ഇറങ്ങിപ്പോകും. അടുത്ത ആൾ കക്ഷി നേതാവിനെ വിളിക്കും, അതിൽ കക്ഷി നേതാവ് ആരും എണീറ്റിക്കും, അടുത്തത് CPI എണീറ്റിക്കും. രാജൻ അത് പറയും അവരിറങ്ങിപ്പോകും. തൊട്ട് പുറകെ BJP എണീറ്റിക്കും, അവർ പറയും അവരിറങ്ങിപ്പോകും. ഉണ്ടെങ്കിൽ അവരിറങ്ങാറില്ല, സാധനം ഇപ്പോൾ അവരുടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഇതാണ് നടപ്പിലാക്കുന്നത്. പിന്നെ എന്താണ് വേണ്ടത്? CPIക്ക് സെക്രട്ടറിയൽ ഓഫീസ് വേണമെങ്കിൽ അത് പറയാം, ഞങ്ങൾക്ക് സെക്രട്ടറിയൽ ഓഫീസ് വേണം എന്ന് പറയാൻ ലോജിക്കുണ്ട്. അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് ഒരു ബോർഡ് ഉണ്ടെങ്കിൽ പറയാം. ഒരു സ്ഥലത്ത് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു പ്രതിപക്ഷ ഉപനേതാവ് വണ്ടിയുടെ ബോർഡൊക്കെ വെച്ച് വരികയാണെങ്കിൽ ശരി, അതാ പ്രതിപക്ഷ ഉപനേതാവ് വന്നു എന്ന് പറയും. പറയില്ലേ? ഇപ്പം അങ്ങനെയാണ് പറയുക, രാജൻ വന്നു എന്ന് പറയും. അത്രയും എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? അപ്പോൾ ഇതൊന്നും പറ്റാത്ത പാർട്ടിയാണോ? പക്ഷേ എന്താണ്, ഒരു കേരളത്തിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാം, ഞങ്ങളൊരു വലിയ സംഭവമാണ്, ഞങ്ങളല്ല ഈ തോൽവി കാരണക്കാരൻ, CPM ആണ് തോൽവിക്ക് കാരണക്കാരൻ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞാൽ മതി. ഞങ്ങളല്ല ഇതിന് തോൽവിക്കാരൻ, CPM ആണ്. ഈ ഉണ്ടാക്കുന്ന അലയോലിയും കൊണ്ട് ആകെ ഗുണം കിട്ടാമെന്ന് എന്തറിയോ? ഞങ്ങൾ വലിയ മാന്യന്മാരായിരുന്നു, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് ശരിയാണ്, ഞങ്ങൾ വലിയ സംഭവമാണ്, ഞങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഞങ്ങളാണ്, മറ്റവരെല്ലാവരും കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇത് പറയാതെ ഇങ്ങനെ നമ്മുടെ ബാലഗോപാലിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാലഗോപാൽ ഉപനേതാവാക്കും. ബാലഗോപാൽ എവിടെ ഉപനേതാവാക്കിയത്? ആ സ്ഥാനം CPMനാണ് എന്ന് CPM പറയുന്നുണ്ട്. എന്ത്? അങ്ങനെ ഒരു സ്ഥാനം ആവശ്യമില്ല. ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നെ എന്തിനാ ഉപനേതാവ്? അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ RJDന്റെ നേതാവ് ഞാൻ പറയുന്നത് മേഡം, ഒരു വാദം പറയുമ്പോൾ അതിനൊരു ലോജിക്ക് വേണ്ടേ? കേരളത്തിൽ പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷമാണെന്നുള്ള ബോധ്യം CPIക്ക് ആദ്യം വേണം.
എന്നിട്ട് ഇത് പ്രതിപക്ഷവും ഇല്ല ഇടതുപക്ഷവും ഇല്ല, ഞങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിരിക്കുക. ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ, ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന്. ഇപ്പം 8 പേര് ഒറ്റയ്ക്ക് ഇരുന്നാൽ ആകെ 36 പേരല്ലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 8 പേര് ഒറ്റയ്ക്ക് ഇരുന്നാൽ ഇപ്പം എന്താ സംഭവിക്കുക? ഇപ്പോൾ ഒന്നും സംഭവിക്കാനില്ല. ഇവർ പറയുന്നതിൽ കൂടുതൽ എന്തെങ്കിലും പറയുമോ? പിണറായി വിജയൻ പറഞ്ഞതിന് ശേഷം കക്ഷി നേതാവ് പറയും. പിന്നെ അല്ലെങ്കിൽ വലിയ ആർജവം വേണം. എന്ത് ആർജവം വേണം? ഞങ്ങൾ ഉന്നയിച്ച കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ആർജവം കാണിക്കുന്നില്ല. അങ്ങനെ കാണിക്കണമെങ്കിൽ PM കാണിക്കണം. അങ്ങനെയാണെങ്കിൽ PM കാണിക്കണം. PM എടുത്ത ചർച്ചകൾ മുഴുവൻ CPI ഇറങ്ങി പോകണ്ടായിരുന്നു. ഇറങ്ങിപ്പോയോ? ഈ PMC ചർച്ച ചെയ്ത സമയത്തൊക്കെ ആ നിയമസഭയിൽ ഇരിക്കാൻ പാടുമോ CPI? അപ്പോൾ കേരളം ചർച്ച ചെയ്യില്ലായിരുന്നോ? എന്താ അവിടെ ഇരുന്നില്ലല്ലോ? അവിടെ തന്നെ ഇരുന്ന് എല്ലാത്തിനും ന്യായീകരണം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ന്യായീകരണം പറഞ്ഞില്ലേ? അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ഈ കേരളത്തിൽ PMC നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് 8 പേരും കൂടെ ഇറങ്ങിപ്പോണായിരുന്നു. പോയില്ല, സമരം ചെയ്യാൻ പോവാണ് ഒറ്റയ്ക്ക്. കഴിഞ്ഞല്ലോ, അഭ്യാസമൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ 60 ദിവസമായി പിന്നെ പുതിയ സർക്കാർ വന്നിട്ട് ഫസ്റ്റ് നിയമസഭാ സംവിധാനം കഴിഞ്ഞു. ഇനി എന്ത് സമരത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് സമരം? അവർ ഉപസമിതി ഉണ്ടാക്കി. അരുൺ സാർ നേരത്തെ പറഞ്ഞ PMC 2027 തീരും. അതെ, അരുൺ സാർ നേരത്തെ പറഞ്ഞ എന്താ അതുപോലെയാണ് കഥ. എന്താണ് സംഭവം? ഇത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പുട്ടിന് പീരിയിടുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അല്ലേ? ആര്? ബിനോയ് വിശ്വം മന്ത്രി ഇത് തന്നെ പറയും. അത് കഴിഞ്ഞ് P പ്രസാദ് വന്നിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് സുനീർ വന്ന് പറയും. അത് കഴിഞ്ഞ് K രാജൻ വന്ന് പറയും. ഇത് കൂടാതെ ഇവരുടെ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും മുഴുവൻ പറയും. അത് കോൺഗ്രസ് ആയിട്ട് പറയും. അതിനുശേഷം അത് ലീഗ് ആയിട്ട് പറയും. എന്നിട്ട് CPM 2 തട്ടിലാന്ന് അന്നേ കോൺഗ്രസ് ലീഗും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാറ്റമൊന്നുമില്ല. അങ്ങനെ മാറ്റുമ്പോൾ നേരത്തെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. പണ്ടത്തെ പിന്നെ എന്താണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ അകത്ത് വന്ന് പറയുകയാണ്, ഏത് ഞങ്ങൾ 2 സമ്മേളനം ഒന്നിച്ച് നടത്താൻ പാടില്ല. അവിടെ പിന്നെ എന്താണ് PR പാർട്ടി അവിടെ സമ്മേളനം നടത്താണ്. PR മാനേജ്മെന്റ് സമ്മേളനം നടത്താണ്. അപ്പോൾ എന്താണ് ക്യാമറകളെല്ലാം എവിടേക്ക് പോയി? CPM വിട്ട് CPI പുറകെ പോയി. അന്നത്തെ കവർ ചെയ്തത് മുഴുവൻ CPM സമ്മേളനം. അതുപോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ എതിര് പറഞ്ഞാൽ മതി. എതിര് പറഞ്ഞാൽ മതി. അപ്പോൾ എന്ത് നമ്മളിലേക്ക് അറ്റൻഷൻ വരില്ലേ? ആ അറ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടും അങ്ങനെ PM കുറിച്ച് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ. ഇലക്ഷൻ വരാൻ പോവാണ്, ഞങ്ങളിലേക്ക് അറ്റൻഷൻ വരണം. പുതിയ സെക്രട്ടറി വന്നിരിക്കുകയാണ്, ഞങ്ങളിലേക്ക് അറ്റൻഷൻ വരണം. ആ അറ്റൻഷൻ വരാൻ വേണ്ടി ആദ്യം CPM കയറി കൊട്ടിയപ്പോൾ ആ കൊട്ട ഏറ്റുകൊട്ടിയതാരാ? ആ ഏറ്റുകൊട്ടിയത് കോൺഗ്രസ് ലീഗുമാണ്. അതിൻ്റെ ഗുണം കിട്ടിയത് ആർക്കാ? അതിന് ഗുണം കിട്ടിയത് CPI അല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തിനാണോ ഗുണം കിട്ടിയത്? ഏറ്റവും കുറഞ്ഞത് ഇവർ പറഞ്ഞ കാര്യം ഒരു 20% വോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ഏറ്റവും കുറഞ്ഞത്. അത് ഗുണം ചെയ്തു എന്നാണോ വിചാരിക്കുന്നത്? 20% വോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. ആ എത്ര വോട്ടിലാണ് എല്ലാ MLA തോറ്റതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ CPIക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്ര വോട്ടിനാണ്. 5000, 6000, 8000 വോട്ടുകൾക്കാണ് തോറ്റിരിക്കുന്നത്. ഈ 36 ഒരു 10-20 സീറ്റും കൂടെ കിട്ടേണ്ടതായിരുന്നു. ആ 20 സീറ്റ് കിട്ടാതെ പോയതൊക്കെ 5000 താഴെ വോട്ടിലോ അല്ലെങ്കിൽ 8000 താഴെ വോട്ടിലോ ആണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ന്യൂനപക്ഷം ഈ പറഞ്ഞ CPI ഉന്നയിച്ച 2 കേസിലാണ് കേരളത്തിലെ ന്യൂനപക്ഷം കേരളത്തിൽ പിളർന്നത്. ഇടതുപക്ഷത്തെ വിട്ടത് ഒരു കാര്യം, ഒന്ന് തൃശ്ശൂർ പൂരം കലക്കിയത് CPIൻ്റെ ആരോപണമായിരുന്നു. RSSുമായി ചേർന്ന് CPM തൃശ്ശൂർ പൂരം കലക്കി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഈ PM ഈ 2 കാര്യമാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷം കൈവിട്ടത്, അല്ലെ ഇടതുപക്ഷത്തെ ന്യൂനപക്ഷം കൈവിട്ടത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഈ സാധനം മുന്നോട്ട് വെച്ചതും ഇത് കൈകാര്യം ചെയ്തു ആരാ? CPI ആണ്. ഒരു മിനിറ്റ്, അത് കൃത്യമായി CPIക്ക് അറിയാം. അത് ചോദ്യം ചെയ്യുമെന്ന് CPIക്ക് അറിയാം. അത് ആ ചോദ്യത്തിന് മറുപടി ഇല്ല ഇവരുടെ കയ്യിൽ. ഇപ്പം ഞാൻ പറയും, ഇപ്പം അജിത് കുമാറിനെ കുറിച്ച് ഒരു ആക്ഷേപം ഇല്ലല്ലോ. എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? അവർ സമരം ചെയ്യാൻ പോകും. അത് ആയിക്കോട്ടെ, സമരം ചെയ്ത് കാണിച്ചാൽ മതി. സമരം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറയും. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ചെയ്ത് കാണിക്കുക, അന്നേരം നമുക്ക് പറയാം. CPM ചിന്താ വാരികയിൽ അച്യുതമേനോനെതിരെ ലേഖനം വരുന്നുണ്ട്. അതിനകത്ത് CPI മറുപടി CPIയുടെ ചുടുകാട്ടിൽ VS അച്യുതാനന്ദന്റെ സ്മാരകം വരുന്നു. പെട്ടെന്നൊരാഗ്രഹം വരുന്നു, TV തോമസിനും കൂടി വേണം. അങ്ങനെയല്ല, അവിടെ ഒരു നേതാവിനും സ്മാരകം പണിയണ്ട എന്നൊരു നേരത്തെ തീരുമാനം. എനിക്ക് തർക്കമില്ല, ഞാൻ പറയുന്നത് ഇതിൽ അരുൺ സാർ ഇതെന്താണെന്നറിയോ? CPM-ഉം CPI-യും ഒരുപോലെയാണ് എന്ന് ചിന്തിച്ച് പൊതുധാരണ ലംഘിച്ച് ഒരു പാർട്ടിക്ക് പോവുകയാണെങ്കിൽ അടുത്ത പാർട്ടിക്കും പൊയ്ക്കൂടെ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അല്ല, അങ്ങനെ പോകല്ലോ, തിരിച്ചു പറയാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയുണ്ടോ? അല്ല, ഇവർ മാത്രം പറയാൻ പാടുള്ളൂ, വേറെ ആർക്കും പറയാൻ പാടില്ല. അന്നേ ഈ പ്രശ്നമുണ്ട് കേട്ടോ മാധു, അന്നേ ഈ പ്രശ്നമുണ്ട്. അന്നേ നമ്മൾ ഈ പിന്നെ PMC പറഞ്ഞ സമയത്ത് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. PR സുനിൽ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന PM വെള്ളാപ്പള്ളി നടേശൻ, മറ്റ് വിഷയങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ സ്വീകരിച്ച സമീപനം മാറിപ്പോയത്
പരാജയത്തിന് കാരണമായി. നേതാക്കളുടെ പെരുമാറ്റം PRC വിനയമില്ലായ്മ. കേട്ടോ, ഇതൊക്കെ പരാജയത്തിന് കാരണമായി എന്നുള്ളതാണ്. CPI ആണ് ഉന്നയിച്ച വിഷയങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇവിടെ പരാജയമുണ്ടായതെന്ന് കേന്ദ്ര കമ്മിറ്റി ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. അത് മാധു പറയുന്ന പോലെ അപ്പൊ CPM അങ്ങനെ വിലയിരുത്തുമെന്നാണോ മാധു കരുതുന്നത്? അല്ല, ഇപ്പൊ അങ്ങ് വിചാരിച്ച ഒരു തമാശ എന്താ വെച്ചാല് CPM കേന്ദ്ര കമ്മിറ്റി ഘടകകക്ഷിയായ CPE കുറിച്ച് CPE വിഷയങ്ങൾ ഉയർത്തിയതുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് എങ്ങനെയാണ്? ഒരു മിനിറ്റ് പറയട്ടെ. ഓരോ പാർട്ടികളും പരാജയവുമായി ബന്ധപ്പെട്ട വേറെ ആംഗിൾ ആണ് കാണേണ്ടത്. എന്താ അറിയോ, പൊതുവായി ചേരാമെന്നാണ് പറയുന്നത്. വേറെ ആംഗിൾ ആണ് കാണേണ്ടത്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും തോൽവിക്ക് കാരണമായി കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. ഇവിടെ ചിലർ വിലയിരുത്തുന്നത് CPIയുടെ ഇത് ഒരു മിനിറ്റ്. ഈ CPI ബാധു പറഞ്ഞു ഏത് ഈ PM ശ്രീയെ ബന്ധപ്പെട്ട വിഷയം CPI ഉന്നയിച്ചത് കൊണ്ടാണ് തോറ്റതെന്നേ. അതേന്ന് അത് കേരളത്തിൽ ചർച്ചയാക്കിയ CPI ആണ്. അതിന്റെ വോട്ടാണ് നഷ്ടപ്പെട്ടത്. അത് പാർട്ടിയുടെ വിലയിരുത്തലാണ്. വിലയിരുത്തലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞ അത് LDFന്റെ വിലയിരുത്തലല്ല. LDF മുന്നണിയിൽ എന്ത് സംഭവിച്ചു എന്ന് വിലയിരുത്തുക. CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ തെറ്റാണ് തിരുത്തുന്നത്. അപ്പൊ CPI കുറ്റം പറഞ്ഞിട്ടല്ല CPM അത് CPM ആത്മാർത്ഥമായി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇപ്പം ഈ വിഴിഞ്ഞം വിഷയത്തിന്റെ അകത്തും PM ശ്രീന്റെ വിഷയത്തിന്റെ അകത്തും UDF എല്ലാ ഘടകകക്ഷിക്കും ഒരേ അഭിപ്രായമാണോ? അവരെല്ലാം ഒന്ന് മൈക്ക് കെട്ടി പറയുന്നുണ്ടോ? ഏത് വിഷയത്തിലാണ് മൈക്ക് കെട്ടി പറഞ്ഞാൽ തിരിച്ചടിയാവും. അത് കേരളത്തിൽ മുഴുവൻ ചർച്ചയാവും, പ്രശ്നമാവും. അതിന് പിന്നോട്ട് പോകേണ്ടി വരും. അതോടുകൂടി എന്താവും, ഈ പറഞ്ഞ സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടില്ലേ? അതിന് ഈ പറയുന്ന UDF നിന്ന് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ CPI എന്താ മൈക്ക് കെട്ടി പറഞ്ഞു, നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, കേരളത്തിൽ ചർച്ചയായി, വോട്ടും കൂടെ പോയി. നോക്കൂ, ഹിന്ദു ഐക്യവേദി ശശികല, RV ബാബു അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ പോയി കാണുന്നു. ഇത് പിണറായി വിജയന്റെ കാലത്താണെങ്കിൽ ആദ്യം അതിനെതിരെ ശബ്ദം ഉയർത്താൻ പോകുന്നത് ആരാണെന്ന് അറിയാമോ? CPI ആണ്. അന്ന് വൈകുന്നേരം CPIയുടെ പ്രസ്താവന വരും. മുസ്ലിം ലീഗിന്റെ ശശികല ഒന്നും പോയി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ശശികല പോയി നിവേദനം കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല പിണറായി വിജയന്റെ കാര്യത്തിൽ. RV ബാബു പോയിട്ടുണ്ട്. RV ബാബു നമ്മൾ ടെലിവിഷൻ നമ്മൾ ശശികല വിളിക്കുന്നില്ലല്ലോ. ഹിന്ദു ഐക്യവേദിയിലെ മുഴുവൻ നേതാക്കളെ നമ്മൾ തിരസ്കരിച്ചിട്ടില്ലല്ലോ. ശശികലെ പോലുള്ള ആൾക്കാരല്ലേ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. അവിടെയാണ് ശശികലെ പോലുള്ളവരുടെ സാന്നിധ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടാവുന്നു. ആർക്കും പ്രതികരിക്കണ്ടല്ലോ. CPIക്ക് പ്രതികരിക്കണ്ട. അനിൽ കുമാർ പൂരങ്കലയ്ക്ക് ഇപ്പോൾ അനിൽ കുമാർ അതേ സ്ഥാനത്ത് തുടരുന്നു. CPIക്ക് പ്രതിഷേധമില്ല, മുണ്ടാട്ടമില്ല. Meet the editors.